ഫേസ് എന്തൊക്കെ ചെയ്ത് കൂട്ടിയത് സമ്മതിച്ച്. അപ്പം ഇത് കണ്ടോ ഞങ്ങളുടെ കൃഷി എന്ന് പറയാൻ പറ്റില്ല, ചെറുത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാം ഒന്ന് സ്പ്രെഡ് ഔട്ടായി വലുതായി വരുന്നേ ഉള്ളൂ. കുറച്ചും കൂടി വലുതായി മറ്റേ പാഷൻ ഫ്രൂട്ട് വലുതായി വരുന്നിട്ടുണ്ട്. അത് ഇനി ഇതിവിടെ ഒരു ഫുള്ളൊരു നെറ്റൊക്കെ കെട്ടി ഞാൻ കുറച്ച് ചീപ്പ് വിലക്ക് കിലോ കണക്കിന് നെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, നമ്മുടെ ഫിഷിംഗ് നെറ്റ്. അതിനി ഇവിടെ കെട്ടും. ഇവിടെ കെട്ടിയിട്ട് ഫുള്ള് സ്പ്രെഡ് ഔട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പുതിയ കൃഷിയുമായിട്ടുള്ള പരിപാടി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അത് കണ്ട അമ്മയൊക്കെ അപ്പുറത്താട്ടാ. ഇവിടെ കുറച്ചേ വീട്ടമ്മമാർ കൂടി ചേർന്നിട്ട് എന്താ പറയുക, കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ അതിൻ്റെ കൂടെ ടൈം എൻജോയ്മെൻറ്റ് എന്താ പറയുക എൻജോയ്മെൻറ്റ് പോയേക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ലെന്നേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളമില്ലാത്ത കാരണം കൊണ്ട് അമ്മ മാത്രമേ ഉണ്ടായിരുന്നു. വെള്ളമില്ലാത്ത കാരണം കൊണ്ട് വാവക്കും എനിക്ക് ഞാനും മനുവും കൂടെ ആയിട്ട് മമ്മിയുടെ അടുത്ത് പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാനിന്ന് വന്നതാണ്. ഇന്നാണ് ഫൈനലി പണി കഴിയണത്. ഇന്ന് മറ്റേ എന്താ ഡാം പ്രൂഫ് അടിക്കാനായിട്ട്, ഡാം പ്രൂഫല്ല ഡാം ഗാർഡ് അടിക്കാനായിട്ട് ആൾക്കാർ നിന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കോട്ട അടിച്ച് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ കോട്ട അടിക്കണം. രണ്ടാമത്തെ കോട്ട അടിക്കേണ്ട വൈകുന്നേരം വന്നവർ അടിക്കും. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ന് നിൽക്കാൻ പറ്റുള്ളൂ. 2-3 ദിവസം കൂടെ കഴിയണം വന്ന് നിൽക്കണമെങ്കിൽ. ഇങ്ങനത്തെ പരിപാടികളാണ്. എന്താ പറയുക, ഗ്രോണപ്പ് ഇഷ്യൂസ് അല്ലാണ്ട് എന്താ പറയാനായിട്ട്. വെള്ളമില്ലാഞ്ഞിട്ടേ വീടിൻ്റെ ഉള്ളിൽ പൊടിയുടെ ഒരു മണം. അമ്മ തുടക്കണമെന്നും ഉണ്ടാവില്ലായിരിക്കും, അതാണ് പ്രശ്നം. വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അമ്മ ഇപ്പോൾ ഞങ്ങളുടെ നെയ്ബേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടൊക്കെയാണ്. റൂമൊന്നും കുഴപ്പമില്ല, പൊടി ഇല്ല, പൊടിയൊക്കെ അമ്മ അടിച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭയങ്കര മണം. വെള്ളമൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം ശരിയാക്കാൻ. ഞങ്ങളിപ്പോൾ നെയ്ബേഴ്സിൻ്റെ അവിടെ നിന്ന് അമ്മ ഇടക്കിടക്ക് പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് അമ്മയുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ ചെയ്യണത്. എല്ലാ മാസവും ഓരോരോ ഇഷ്യൂസാണ്. എന്ത് പറയാനായിട്ടാണ്, പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ പ്രൊഫഷൻ തന്നെ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് റിസോൾവ് ചെയ്യുന്നൊരു പ്രൊഫഷനാണ്. അപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഓരോ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യും. എനിക്കിപ്പോൾ അതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പണ്ടൊക്കെ ഗെയിം കളിയായിരുന്നു, ഫുള്ള് ഗെയിം കളി ചെന്തോരം ടൈം കളഞ്ഞാണ്. ഇപ്പോൾ ഗെയിമേ ഇല്ല, ഒന്നുമില്ല. എന്താ പറയുക, ടൈം കിട്ടുമ്പോഴേക്കും ഇതേപോലെ കുറച്ച് വീഡിയോസ് എടുക്കും. പിന്നെ ശനിയും ഞായറും വൈഫിൻ്റെ കൂടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സിനിമ ഇരുന്ന് കാണും. പിന്നെ ഫുള്ള് വർക്ക്, പിന്നെ ഫാമിലി, ഇതൊക്കെ തന്നെയാണ്. ഗെയിം എന്ന് പറഞ്ഞ സാധനമേ തൊടാറില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും സോർട്ട് ഔട്ട് ചെയ്യുമ്പോഴേക്കും ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ്. ഒരു ഗ്രോൺ അപ്പിൻ്റെ ഒരു ഫീലിംഗ് ഇല്ലേ, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. അത് ഭയങ്കരമാണ്. എന്താന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായി. മറ്റേത് വലിഞ്ഞിട്ടില്ല. ഇനി അപ്പോൾ എന്തായാലും ആദ്യത്തെ കോട്ടിങ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. പുള്ളി വന്ന് രണ്ടാമത്തെ കോട്ടിങ് അടിക്കട്ടെ, എന്നിട്ട് ശരിയാക്കും. നാളത്തേക്ക് ഇനി അടിക്കാൻ പറ്റുള്ളൂ. വൈറ്റ് സിമെൻറ്റ് കൊണ്ട് അടിക്കാനാണ് നല്ലത്. മറ്റേ സിമെൻറ്റിൻ്റെ പ്രൈമർ കൊണ്ടിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് അടിച്ചത്. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് ഇത് കുറച്ച് പഴയ ടാങ്ക് ആയതുകൊണ്ട് വൈറ്റ് സിമെൻറ്റ് ആയിരുന്നു നല്ലതെന്നാണ് പറയണത്. നമുക്ക് എന്തായാലും നോക്കാം അങ്ങനെ സംഭവം. വണ്ടി ഞാൻ പുറത്ത് ഇട്ടേക്കണേ, ഇത് കണ്ടോ, അവിടെ കൊണ്ട് ഇട്ടേക്കണേ. ഞാൻ ഇവിടെ നടന്നു പോകണം. നാളെ ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നാളത്തേക്ക് പോകണം. ഇപ്പോൾ എന്തായാലും 2 ദിവസത്തേക്കുള്ള വീഡിയോ ഇട്ടായിരിക്കും കേട്ടോ ഈ വീഡിയോ വരാൻ പോകും. അപ്പോൾ വൈഫിനെ ഞാൻ കൊണ്ട് ബ്യൂട്ടി പാർലറിലാക്കിയിട്ടാണ് വന്നത്. പക്ഷേ എന്തായാലും അവളുടെ പരിപാടിയൊക്കെ ഞങ്ങൾ നേരത്തെ പോയി. കാരണം വാവ എണ്ണീറ്റ് കഴിഞ്ഞാൽ എന്നെ കണ്ടില്ലെങ്കിൽ അവൻ ബഹളം ഉണ്ടായി കളയും. പക്ഷേ ഇപ്പോൾ അവളെ കണ്ടാറുകൊണ്ട് അവനിപ്പോൾ കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ എന്തായാലും അവൻ ഇത്ര വേഗത്തിൽ ചെല്ലാൻ നോക്കട്ടെ. അവളെ നേരെ അവിടെ നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോയി. ഞാൻ പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ, പക്ഷേ ലേറ്റാണ് കണ്ടപ്പോഴേക്ക് ഞാൻ വിചാരിച്ചെന്നാൽ അവളെ ഓട്ടോറിക്ഷയ്ക്ക് അങ്ങോട്ട് പോയി. ഞാൻ നേരെ നമ്മൾ അങ്ങോട്ട് പോകുക. അത് തന്നെ. അപ്പോൾ ഞാൻ വണ്ടി അവിടെ ഇട്ട് നടക്കാൻ പോയിട്ടാ. കാരണം വേറൊരു വാവക്ക് ഞാനൊരു ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച്. അപ്പോൾ അതും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ആദ്യക്കൂട്ടം ബഹളം ഉണ്ടായി കളയും. അത് കാരണം കൊണ്ട് ആദ്യക്കൂട്ടിന് വേറൊരു ചെറിയൊരു ടോയ്, ഞാൻ എപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയാലും അവൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് ചെല്ലും. അപ്പോൾ അവനെ പ്രതീക്ഷിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ചെന്നാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നോക്കണേ ഞങ്ങൾ നടന്ന്. കാരണം ഇന്നൊരു വർക്കൗട്ട് ആവുമല്ലോ വിചാരിച്ചിട്ട്. വീട്ടിലെത്തി. ചെപ്പ് ഇടട്ടെ. അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ സൈക്കിളും കൊണ്ട് പുറത്തോട്ട് പോകണം. അപ്പം ഞങ്ങളൊന്ന് സൈക്കിളും കൊണ്ടൊന്ന് പുറത്തോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. ഫേസ് എന്തൊക്കെ ചെയ്ത് കൂട്ടിയത് സമ്മതിച്ച്. എന്തോ ഡാഡ മാത്രമല്ലോ ഈ കാറിനെ പോലെ നടക്കണത്. എപ്പാ കഴിഞ്ഞ അയ്യോ ഇടിച്ച്. ഒന്നും കൂടെ കൊടുത്തേ ടാറ്റ. ടാറ്റ കൊടുത്തേ. ടാറ്റ. ഞങ്ങൾ പോവാ. ഞങ്ങൾ പോവാട്ടാ. ഞങ്ങൾ വെറുതെ ഇങ്ങനെ സൈക്കിളോട്ടാൻ പോവാ. ഇങ്ങനെ ഇവിടെ ഈ വഴിയായതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വെറുതെ പുറത്തോട്ട് ഇറങ്ങാം. കണ്ട വഴിയായതുകൊണ്ട് പുറത്തോട്ട് ഇങ്ങനെ സുഖമായിട്ട് നടക്കാൻ പറ്റും. ആദ്യക്കുട്ടൻ്റെ ആര് വന്നപ്പോൾ തന്നെ വണ്ടിയും വാങ്ങിച്ചെടുത്ത് വെച്ച് പോക്കറ്റിൽ വീട്ടിൽ കളിയായി. പിന്നെ അതേ സൈക്കിളെടുത്ത് അപ്പം തന്നെ ഇറങ്ങി വാ പോവാന്ന്. അപ്പോൾ പിന്നെ ഇറങ്ങുക. ലേറ്റായി.
ഈ ഇടയ്ക്ക് ടൈമേ കിട്ടണില്ല, ഭയങ്കര ബിസി ആയിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യാനാ അല്ലേ? നാളെയും കൂടെ വീഡിയോ എടുത്തിട്ട് വേണം ഇതിൽ കൂടെ ഒരുമിച്ച് അപ്ലോഡ് ചെയ്തിടാം. ബ്രഷ്, പുതിയ ബ്രഷ്. സ്ഥിരം പല്ലിയേക്കല്ല, ഞങ്ങളും വിചാരിച്ചാൽ പല്ലി കഴിച്ചോട്ടെ. അപ്പോൾ ആദ്യക്കൊണ്ടൊക്കെ കിടത്തി ഉറക്കി രാവിലെ കുറച്ച് ടി വി കാണാൻ മുന്നേക്കുക. അവൻ്റെ കിടത്ത് ഉറങ്ങാൻ ടൈമിൽ എനിക്ക് ടി വി കാണാൻ പറ്റുള്ളൂ. കുറേ എന്താ പറയുക സീരീസും പടങ്ങളൊക്കെ പെൻഡിങ് ഇഷ്ടം പോലെ. അപ്പോൾ എന്തൊക്കെ ഇരുന്ന് കാണുക രാത്രി. നാളെ കാണാം കേട്ടോ. ഞങ്ങൾ വൈപ്പിങ്ങാടി വളപ്പിൽ വന്നേക്കും കേട്ടാ. ഞങ്ങൾക്ക് ഇവിടെ ഒരു കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഉണ്ട്, ദേവിക് എന്ന് പറഞ്ഞ. അതെ വൈഫ്. അപ്പൊ ആ കാണുന്ന വീടിന്റെ അവിടെയാണ് കൊച്ചിന്റെ ബർത്ത്ഡേ. പക്ഷെ വീടല്ലല്ലോ, എന്താണ് ഹോൾ, ഓഡിറ്റോറിയം. ഇവിടുത്തെ ഓഡിറ്റോറിയം, കുഞ്ഞോട്ടോറിയം. ആദ്യക്കുട്ടനെ മുടി ചെയ്യണം, ആദ്യക്കുട്ടനെ മുടി ജീവിക്കടാ പിടിച്ചേ. ഞങ്ങക്ക് പിങ്ക് ചീപ്പാളേ. ഇത് ആരുടെ ചീപ്പാന്നറിയില്ല. ഇങ്ങോട്ട് നോക്ക് തക്കടു, കിട്ടിയതാ. ആയി വിളിച്ചിരിക്കോ. അങ്ങനെ ചീവല്ല, ബാക്കിലോട്ട് എടുത്ത് ചീവ്. ഹായ്, ഉറക്കപ്പിച്ചില്ല. കാണാൻ തരി വെള്ളം കണ്ടോ അവിടെയൊക്കെ നോക്കി. ബർത്ത്ഡേ പോയി. നല്ല മഴ, ഒടുക്കത്തെ മഴ. അതുകൂടെ മേളിൽ കയറി നിൽക്കുക കേട്ടോ. നോക്കി മഴയും കണ്ടോണ്ട് കേറി പോലെയാണ്. നല്ല മഴ കേട്ടോ. ബർത്ത്ഡേ പാവയുടെ കേക്ക് മുറിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ സാവധാനം കുറച്ച് ഫുഡും ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഞങ്ങൾ എന്തായാലും വീട്ടിലോട്ട് ഇറങ്ങും. അപ്പോൾ എന്തായാലും അതുവരെ ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് എൻജോയ്മെൻ്റ് ആയിട്ടങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. അതുകൊണ്ട് സങ്കടപ്പെട്ട് കിടക്കുക, പുറത്തോട്ട് പോകാൻ പറ്റാതെ. ഇപ്പൊ പുറത്തുനിന്ന് വന്നല്ലേ ഉള്ളൂ കള്ള? പുറത്തുനിന്ന് വന്നല്ലേ ഉള്ളൂ? വൈകുന്നേരമായി. ഞങ്ങളപ്പോൾ ചെറുതായിട്ട് അമ്പലത്തിൽ വന്നേക്കുവാ. ഇന്നലെ അത് കുറച്ച് കരച്ചിലൊക്കെ ആയിരുന്നു രാത്രി. അതുകൊണ്ട് എന്താ പറയുക, ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നൊക്കെ വിചാരിച്ചു. കുറേ നാളെ അമ്പലത്തിലൊക്കെ പോയിട്ട്. അപ്പോൾ ഞങ്ങളിത് ഫൈനലി അമ്പലത്തിൽ പോവുക. നല്ല മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. അതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്നു. ഈ അമ്പലത്തിൽ ഇവിടെ എന്താ പറയുക, മഴ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇവിടെ ഞങ്ങൾക്ക് നടക്കാം കുറേയൊക്കെ, കുടയില്ലാണ്ടൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അമ്പലത്തിലോട്ട് വന്നത്. പിന്നെ ശിവൻ്റെ അമ്പലവും കൂടി ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. അല്ല അതുകൂട്ടാ നമ്മൾ തമ്പോ പ്രാർത്ഥിക്കാൻ വന്നല്ലേ. എന്താ അത്? തമ്പോ ഹായ് പറയ്. ഈശ്വരാ കാത്തുരക്ഷിക്കണേ. ഉണ്ട് ഇവിടുത്തെ അമ്പലത്തിലൊരു താമരക്കുളം കുഞ്ഞത്, നല്ലൊരു താമര. ഞാൻ കുറെ നാളെ താമര കണ്ടിട്ട്. മുത്താരി ഇതെന്താന്നറിയാം ആദ്യക്കുട്ടിന്? താമരപ്പൂ, ലോട്ടസ്. പോട്ടാ വലിയ തമ്പോന്റെ അടുത്ത് പോണോ? എന്താണ് ഞാൻ മടിയിലിരിക്കട്ടെ. അപ്പോൾ അതുകൂട്ടനൊക്കെ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചേരം ഇങ്ങനെ ഇരിക്കാൻ പോവുകയാണ്. എന്തെങ്കിലുമൊക്കെ ടി വി കാണണം. പക്ഷേ വൈഫൈ ഇല്ലെന്നേ, വൈഫൈ പോയിരുന്നേ മഴ കാരണം കൊണ്ട്. എന്ത് ചെയ്യാനായിട്ടാണ്? അപ്പോൾ എന്തായാലും അടുത്തോട്ട് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.